ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും റിയാസ് വേർഡിലേക്ക് സ്വാഗതം. എല്ലാ അമ്മമാരുടെയും ആഗ്രഹം ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്നെയായിരിക്കും. ആരോഗ്യമുള്ള കുഞ്ഞ് ജനിക്കാൻ ഗർഭിണികൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുന്നെയായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ജനിക്കുന്ന കുഞ്ഞ് ആരോഗ്യത്തോടെ വേണമെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അമ്മ തന്നെയാണ്. ഒരു കാര്യത്തിലല്ല, പല കാര്യത്തിലും ശ്രദ്ധിക്കുകയും വേണം. ഇതാണ് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിൻ്റെ കണക്ക്. ഇതിൽ ഭക്ഷണം മാത്രമല്ല, വ്യായാമം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും പെടുന്നു. ഇത്തരം ചില കാര്യങ്ങൾ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് ഏറെ അത്യാവശ്യമാണ്. ആരോഗ്യമുള്ള കുഞ്ഞിന് വേണ്ടി ഗർഭകാലത്ത് അമ്മ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗർഭിണിയാകാൻ തയ്യാറെടുക്കുമ്പോഴേ സ്ത്രീകൾക്ക് ആവശ്യമായ ചില വിറ്റാമിനുകളുണ്ട്. ഫോളിക് ആസിഡ്, കാൽസ്യം എന്നിവയെല്ലാം ഇതിൽ പെടുന്നവയാണ്. കാരണം ഗർഭധാരണ ടെസ്റ്റ് പോസിറ്റീവ് ആകുന്നതിന് മുൻപ് തന്നെ കുഞ്ഞിന് ന്യൂറൽ കോഡ് വളർച്ച തുടങ്ങിക്കാണും. ഇതുകൊണ്ട് തന്നെ ഫോളിക് ആസിഡ് പോലുള്ളവ ഏറെ പ്രധാനമാണ്. ഫോളിക് ആസിഡ് കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ വികാസത്തിന് അത്യാവശ്യമാണ്. അബോർഷൻ, നേരത്തെയുള്ള പ്രസവം, BP തുടങ്ങിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ഇത്തരം വൈറ്റമിനുകൾ അത്യാവശ്യമാണ്. ഗർഭധാരണത്തിന് ഒരുങ്ങുകയാണെങ്കിൽ നേരത്തെ തന്നെ ഡോക്ടറെ കണ്ട് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക. ഗർഭകാലത്ത് വ്യായാമങ്ങൾ പാടില്ലെന്നല്ല, നേരെ മറിച്ച് വ്യായാമം ചെയ്യുന്നത് ആരോഗ്യപരമായ പല ഗുണങ്ങളും അമ്മയ്ക്കും കുഞ്ഞിനും നൽകും. ഗർഭകാലത്ത് ദിവസവും 20 മിനിറ്റെങ്കിലും നടക്കണം. അത് അമ്മയ്ക്കും കുഞ്ഞിനും ഏറെ ഗുണകരമാണ്. എന്നാൽ കഠിനമായ വ്യായാമങ്ങൾ ചെയ്യരുത്. ഗർഭകാലത്ത് ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് ഏറെ നല്ലതാണ്. ഒമേഗ-3 ഫാറ്റി ആസിഡുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടമാണ് മീനുകൾ. ഗർഭകാല ആരോഗ്യത്തിന് ഏറെ നല്ലതാണ്. എന്നാൽ മെർക്കുറി കലർന്ന ചില മത്സ്യങ്ങൾ ആരോഗ്യത്തിന് ദോഷം ചെയ്യും. ഇത് കുഞ്ഞിനും ദോഷകരമാണ്. ഇത്തരം മത്സ്യങ്ങൾ ഒഴിവാക്കുക. അതേസമയം ആരോഗ്യപരമായ മത്സ്യങ്ങൾ ഏറെ നല്ലത് തന്നെയാണ്. കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് ഭക്ഷണം തന്നെയാണ് ഏറ്റവും ഉത്തമം. ആരോഗ്യപരമായ ഭക്ഷണം കഴിക്കുക. ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ എല്ലാം ലഭിക്കുന്ന ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ, നട്ട്സ്, ബീൻസ് വർഗ്ഗങ്ങൾ, പാൽ, തൈര് തുടങ്ങിയവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഇലക്കറികൾ, നട്ട്സ്, സോയ പോലുള്ള പഴവർഗ്ഗങ്ങൾ എന്നിവയെല്ലാം ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ കൊണ്ട് സമ്പുഷ്ടമാണ്. ഗർഭകാലത്ത് തൂക്കം കൂടുന്നത് സാധാരണയാണ്. ഗർഭകാലത്ത് 13 മുതൽ 15 കിലോ ഭാരം കൂടുന്നത് ഡോക്ടർമാർ ശുപാർശ ചെയ്യുന്നതാണ്. പ്രത്യേകിച്ചും ഗർഭധാരണത്തിന് മുമ്പ് ഗർഭിണി ആരോഗ്യപരമായ ബാലം നിലനിർത്തേണ്ടതും അത്യാവശ്യമാണ്. ഇത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് ഏറെ അത്യാവശ്യമായാണ് ആരോഗ്യപരമായ തൂക്കം എന്നത്. ആരോഗ്യപരമായ തൂക്കം കാത്തുസൂക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ്. അമ്മയുടെ തൂക്കം കുറഞ്ഞാൽ കുഞ്ഞിൻ്റെ തൂക്കം കുറയാനും സാധ്യതയുണ്ട്. തൂക്കം കുറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധശേഷി കുറവായിരിക്കും. എളുപ്പം ഇൻഫെക്ഷനുകളും വരും. എന്നാൽ അമിതവണ്ണം നല്ലതല്ല. അമിതവണ്ണം അമ്മയ്ക്കാണെങ്കിൽ കുഞ്ഞിന് അലർജി, ഹൃദയാരോഗ്യ പ്രശ്നങ്ങൾ, ആസ്മ തുടങ്ങിയ പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. ഗർഭകാലത്ത് സ്ട്രെസ് വരുന്നത് പലതരത്തിലും കുഞ്ഞിനെയും ബാധിക്കും. കുട്ടികളിൽ ഇത് ഉത്കണ്ഠ, ഡിപ്രഷൻ, അമിതവണ്ണം എന്നിവയ്ക്കും വഴിയൊരുക്കുന്നുണ്ട്. സ്ട്രെസ് ഒഴിവാക്കാൻ യോഗ പോലുള്ളവ ഗർഭിണികൾ പരീക്ഷിക്കുക. ഗർഭധാരണം എത്രത്തോളം ആരോഗ്യമാണെന്ന് മനസ്സിലാക്കുന്നതിന് ഡോക്ടർമാർ ഭ്രൂണത്തിൻ്റെ ചലനങ്ങൾ വിലയിരുത്തും. ഗർഭത്തിൻ്റെ 6-10 ആഴ്ചക്കിടയിൽ അമ്മയ്ക്ക് ഭ്രൂണത്തിൻ്റെ ചലനങ്ങൾ തിരിച്ചറിയാനാവും. ഈ ചലനങ്ങൾ കുഞ്ഞിന് ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കുന്നുണ്ടെന്നും കുഴപ്പമില്ലാതിരിക്കുന്നുവെന്നും മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ചലനങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അതുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഗർഭാവസ്ഥയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഗർഭകാലത്ത് BP, പ്രമേഹം എന്നിവയെല്ലാം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. ഇത്തരം പ്രശ്നങ്ങൾ ചിലപ്പോൾ ഗർഭശിശുവിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും. ആരോഗ്യപരമായ ഗർഭത്തിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങളാണ് കൃത്യമായ രക്തസമ്മർദ്ദം. നിങ്ങളുടെ BP കൃത്യമായ അളവിലാണെങ്കിൽ അത് ആരോഗ്യപരമായ ഗർഭമാണെന്നതിൻ്റെ സൂചനയാണ്. അതുകൊണ്ട് BP-യുടെ കാര്യത്തിൽ ഒരു കാരണവശാലും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. എന്നാൽ പരിശോധന അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. അല്ലെങ്കിൽ BP കൂടിയും കുറഞ്ഞും ഉണ്ടാവുന്നത് കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആരോഗ്യത്തിന് പ്രശ്നമുണ്ടാക്കുന്നു.
കുഞ്ഞിൻ്റെ ചലനം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. വയറ്റിലെ കുഞ്ഞിൻ്റെ ചലനം 4 മുതൽ 5 മാസം മുതൽ അമ്മയ്ക്കും തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ ആരോഗ്യം കണക്കാക്കാൻ കഴിയുന്ന ഒന്നുകൂടിയാണിത്. അസാധാരണ ചലനങ്ങളോ ചലനക്കുറവോ അനുഭവപ്പെടുന്നുവെങ്കിൽ ഡോക്ടറെ ഉടൻ കാണുന്നത് നല്ലതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്.